കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ബിന്ദു മരിച്ചതിൽ അനുശോചനക്കുറിപ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം ഏറെ വേദനിപ്പിക്കുന്നതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ മന്ത്രി പറയുന്നു. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, ബിന്ദുവിന്റെ മൃതദേഹം ഹിതയിലേക്ക് എടുത്തതിന് ശേഷമാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ബിനിൽ, ഈ സംഭവത്തിന്റെ ഉത്തരവാദി വീണ ജോർജാണ്, ആരോഗ്യമന്ത്രിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് വ്യാപക പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സംഭവത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം അനുശോചന കുറിപ്പായിട്ടാണ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ദാരുണമായ അപകടത്തിൽ പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും ആ കുടുംബത്തിന്റെ ദുഃഖം തന്റെ ദുഃഖം കൂടിയിട്ടാണ് എന്നും മന്ത്രി കുറിപ്പിൽ പറയുന്നു. ഒപ്പം കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി വീണ ജോർജ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഒരു മന്ത്രിയുടെ ഈ സംഭവത്തിൽ വലിയ വിമർശന വിധേയമായത് മന്ത്രിയുടെ പ്രതികരണങ്ങളും നിലപാടുകളും ഒക്കെ ആയിരുന്നു. എന്തായാലും അതിനുശേഷം മന്ത്രിയുടെ ഒരു അനുശോചന കുറിപ്പ് വന്നിരിക്കുകയാണ്. എന്തായാലും ഇനി ഈ കുടുംബത്തിനൊപ്പം ഉണ്ടാകും സർക്കാർ എന്നുള്ള വാക്ക് നൽകിയിരിക്കുകയാണ്. അത് ഏത് വിധത്തിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ പ്രതിയോഗി അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കണം, സർക്കാർ ബിന്ദുവിന്റെ മകളുടെ ചികിത്സ സൗജന്യമാക്കി നൽകണം, ഒപ്പം ആ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം എന്നുള്ള ആവശ്യങ്ങൾ തുടരെയായിട്ട് BJP ആയാലും കോൺഗ്രസ് ആയാലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അത്തരത്തിലുള്ള ഒരു അറിയിപ്പോ പ്രഖ്യാപനമോ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും മന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന വരി സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായം പ്രഖ്യാപിക്കാൻ ഇടയുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കണ്ടേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സംസ്കാരം നടക്കുന്ന സമയം മന്ത്രി വീണ ജോർജിന്റെയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെയോ ഒന്നും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് തന്നെ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം മന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വലിയ വിമർശന വിധേയമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇടയാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ അവിടേക്ക് വീണ ജോർജ് അടക്കമുള്ള ആളുകളുടെ സന്ദർശനം ഒഴിവാക്കിയത് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും അവിടെ എത്താതിരുന്ന മന്ത്രിയുടെ അടക്കമുള്ള നടപടി വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളിലൊക്കെ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ ഒരു കാര്യവും അതൊക്കെ തന്നെയാണ്. എന്തായാലും ഈ ഒരു അനുശോചന കുറിപ്പിലൂടെ മന്ത്രിയുടെ പ്രതികരണം അതിനുശേഷം ആ സംഭവത്തിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രതികരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ പ്രതികരണം അത് താൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും അറിഞ്ഞ കാര്യം താൻ മാധ്യമങ്ങളോട് ഏറ്റുപറയുക മാത്രമാണ് ചെയ്തത് എന്നുള്ളൊരു പ്രതികരണം അതിനുശേഷം മന്ത്രി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഇപ്പോൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനിക്കാതെ ആ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഒരു അനുശോചന കുറിപ്പ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. മന്ത്രിയുടെ അനുശോചന കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.